ഓം ശ്രീ സായിരാം. അധ്യായം 23. യോഗവും ഉള്ളിയും. ശ്യാമയെ പാമ്പ് കടിച്ചത് സുഖപ്പെടുത്തൽ. കോളറ ഓർഡിനൻസ് ലംഘനം. ഗുരുഭക്തിയുടെ ചടങ്ങ്. മുഖവുര. യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവ് സത്വരജസ് തമോ ഗുണഗണങ്ങൾക്ക് അതീതമാണെങ്കിലും സ്ഥിതി, ജ്ഞാനം, ആനന്ദം എന്ന അവസ്ഥകൾ മായയാൽ മറന്ന് ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്ന തെറ്റായ ബോധം വളർന്ന് അത്യധികം കഷ്ടതകൾ അനുഭവിക്കുന്നു. ഗുരുപാദ ഭക്തി മാത്രമാണ് മോചനമാർഗം. സായി പ്രഭു ഭക്തന്മാരെ ഉദ്ധരിച്ച് അദ്ദേഹവുമായി താതാത്മ്യം വരുത്തുന്നു. നാം സായിബാബയെ ദൈവ അവതാരമായി കരുതുന്നു. അദ്ദേഹം താൻ ദൈവത്തിന്റെ സേവകനാണെന്നേ പറയൂ. അവതാരമാണെങ്കിലും അദ്ദേഹം ജനങ്ങളെ അവരവർക്കുള്ള ചുമതലകളിൽ ബോധവാന്മാരാക്കി. ഒരാളോടും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സർവചരാചരങ്ങളിലും ദൈവത്തെ കാണുന്ന അദ്ദേഹം വിനയത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു. ആരെയും അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല. കാരണം അവരിൽ അദ്ദേഹം നാരായണനെ ദർശിച്ചു. എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ച് അള്ളാ മാലിക് എന്ന് പറയും. നമുക്ക് ചില യോഗിമാരെ പറ്റിയും അവരുടെ ഭക്ഷണത്തെപ്പറ്റിയും ജീവിത രീതിയെപ്പറ്റിയും മറ്റും ഒന്നും അറിയില്ല. അവർ ദൈവ അനുഗ്രഹത്താൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാനവരാശിക്ക് ഗുണം ചെയ്യുന്നുവെന്ന് മാത്രം നമുക്കറിയാം. നമുക്ക് പൂർവ്വജന്മാത്തിലെ സുകൃതമുണ്ടെങ്കിൽ അല്പം ലീലകളും ചെയ്തികളും ശ്രദ്ധിക്കുവാൻ ആഗ്രഹം ജനിക്കുന്നു. ഇല്ലെങ്കിൽ ആഗ്രഹം തോന്നുകയുമില്ല. നമുക്ക് ഈ അധ്യായത്തെ കഥകളിലേക്ക് തിരിയാം. ഒരിക്കൽ ഒരു യോഗ സാധകൻ നാനാസാഹേബ് ചന്ദോർക്കറോടൊപ്പം ഷിർദിയിൽ വന്നു. അയാൾ യോഗശാസ്ത്രം മുഴുവനും പതഞ്ജലിയുടെ യോഗസൂത്രവും പഠിച്ചിരുന്നെങ്കിലും പ്രായോഗിക അനുഭവമില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് പോലും മനസ്സുറപ്പിച്ച് സമാധി പ്രാപിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ സായിബാബയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സുറപ്പിച്ച് സമാധി ശീലിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചു. ആ ഉദ്ദേശത്തോടെ മസ്ജിദിൽ പോയപ്പോൾ സായിബാബ റൊട്ടി ഉള്ളി കൂട്ടി തിന്നുന്നതാണ് കണ്ടത്. ഇത് കണ്ട് അയാൾ കരുതി, ഈ പഴയ റൊട്ടി പച്ച ഉള്ളി കൂട്ടി തിന്നുന്ന മനുഷ്യൻ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? സായിബാബ അത് മനസ്സിലാക്കി. നാനാ സാഹിബിനോട്, ഓ നാനാ, ഉള്ളി ദഹിപ്പിക്കാൻ കെൽപ്പുള്ളവനെ തിന്നാൻ പാടുള്ളൂ, മറ്റുള്ളവർ തിന്നരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിസ്മിതനായ യോഗി ബാബയുടെ കാൽക്കൽ അർപ്പണ ബുദ്ധിയോട് നമസ്കരിച്ചു. അയാളുടെ വിഷമങ്ങൾ തുറന്നു സംസാരിച്ച് പരിഹാരമാർഗവും മനസ്സിലാക്കി. അങ്ങനെ സന്തുഷ്ടനായി ബാബയുടെ ഉദയും അനുഗ്രഹവും വാങ്ങി ഷിർദി വിട്ടു. ശ്യാമയെ പാമ്പ് കടിച്ചത് സുഖപ്പെടുത്തി. ജീവൻ തത്തയെ പോലെയാണ്. ഒന്ന് ശരീരത്തിലും മറ്റേത് കൂട്ടിലും ബന്ധനസ്ഥമാണ്. ഇരുവരും ബന്ധനാവസ്ഥ നല്ലതായി കരുതുന്നു. ഒരു സഹായിയോ ഗുരുവോ വന്ന് മോചിതരാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ സുഖവും ബന്ധനത്തിന്റെ ദുരിതവും അവർ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ മിരിക്കാരുടെ കഷ്ടപ്പാടുകൾ തീർത്തത് മിക്കും വായിച്ചല്ലോ. അതിലും ഗംഭീരമായൊരു സംഭവം വിവരിക്കാം. ഒരിക്കൽ ശ്യാമയെ വിഷപ്പാമ്പ് കടിച്ചു. കൈയിന്റെ ചെറുവിരലിനാണ് കടി. വിഷം ദേഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. ഭയങ്കര വേദന അനുഭവിച്ചു. ശ്യാമ താൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു. അയാളുടെ സുഹൃത്തുക്കൾ അയാളെ വിഷമിറക്കാൻ പതിവുള്ള വിഠോബ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ ശ്യാമ മസ്ജിദിലേക്ക് ഓടി, അയാളുടെ ഭഗവാന്റെ അടുക്കിലേക്ക്. ബാബ അലറി, ദുഷ്ടപുരോഹിത, ഇങ്ങോട്ട് കയറരുത്. കയറിയാൽ നോക്കിക്കോ. എന്നിട്ട് വീണ്ടും ഏറി, പോ, കടന്നുപോ, താഴെ ഇറങ്ങ്. ബാബയെ കോപിച്ച് ചുവന്നു കണ്ട ശ്യാമ അന്തം വിട്ട് നിരാശനായി. എവിടെ പോവാനാണ് അയാൾ? ജീവിക്കാനുള്ള പ്രതീക്ഷ നശിച്ച് അയാൾ നിശബ്ദനായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ ശാന്തനായപ്പോൾ ശ്യാമ അടുത്തു പോയിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, ഒന്നും കരുതേണ്ട. ദയാലുവായ ഭക്തി നിന്നെ രക്ഷിക്കും. വീട്ടിൽ പോയി ശാന്തനായിരിക്കൂ, പുറത്തു പോകണ്ട. എന്നിൽ വിശ്വസിച്ച് നിർഭയനായി പേടി കൂടാതിരുന്നാൽ മതി. അങ്ങനെ അയാളെ വീട്ടിലേക്ക് അയച്ചു. ഉടനെ താത്യ സാഹിബിനെയും കാക്ക സാഹിബ് ദീക്ഷിതിനെയും പറഞ്ഞയച്ച് എന്ത് വേണമെങ്കിലും കഴിക്കുകയും വീട്ടിൽ നടക്കുകയുമാവാം, പക്ഷെ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുതെന്നറിയിച്ചു. ശ്യാമ അതുപ്രകാരം ചെയ്തു. സുഖപ്പെട്ടു. ബാബയുടെ ആജ്ഞ, പോ, കടന്നുപോ, ഇറങ്ങു താഴെ എന്ന് പുറമേ തോന്നും പോലെ ശ്യാമയോട് പറഞ്ഞതല്ല, വിഷത്തിനോടായിരുന്നു. മറ്റു മന്ത്രവാദികളെ പോലെ ബാബയ്ക്ക് പ്രത്യേക മന്ത്രമോ വെള്ളമോ അരിയോ ജപിച്ചു കൊടുക്കലോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ വാക്പ്രഭാവം കൊണ്ട് മാത്രം ശ്യാമ രക്ഷപ്പെട്ടു. ഈ കഥയും ഇത്തരം മറ്റു കഥകളും കേൾക്കുന്നവർക്ക് ബാബാപാദങ്ങളിൽ ഭക്തി ഉറച്ചു കിട്ടും. മായാസാഗരം കടക്കാനുള്ള ഒരേ ഒരു വഴി ബാബാപാദങ്ങൾ മനസ്സിൽ ധ്യാനിക്കൽ മാത്രമാണ്. കോളറ. ഒരിക്കൽ ശ്രുതിയിൽ കോളറ പടർന്നു പിടിച്ചു. ജനങ്ങൾ പേടിച്ച് ഗ്രാമത്തിന് പുറത്തുള്ളവരുമായുള്ള എല്ലാ സമ്പർക്കവും നിർത്തി. പഞ്ചായത്ത് കൂടി 2 ഓർഡിനൻസുകൾ പാസാക്കി. വിറക് വാങ്ങി ഗ്രാമത്തിൽ കൊണ്ടുവരാൻ പാടില്ല. ആടിനെ അറുക്കരുത്. ആരെങ്കിലും ഇത് ലംഘിച്ചാൽ പഞ്ചായത്ത് പിഴ വസൂലാക്കും. ബാബയ്ക്ക് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതൊന്നും വിലവെച്ചില്ല. അന്നേരം ഒരു വിറക് വണ്ടി ഗ്രാമാതിർത്തിയിൽ കൂടി വന്ന് ഉള്ളിൽ വരാൻ അനുവാദം ചോദിച്ചു. വിറകിന് കടുത്ത ക്ഷാമമുണ്ടായിട്ടും നാട്ടുകാർ വണ്ടി വരാൻ അനുവദിച്ചില്ല. പക്ഷേ
ബാബയ്ക്കെതിരെ നിൽക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ധ്വനിക്ക് ആവശ്യാർത്ഥം ബാബയ്ക്ക് വിറക് വേണം. അഗ്നിഹോത്രി അഗ്നി കെടാതെ സൂക്ഷിക്കും പോലെ ബാബ ധ്വനി കെടാതെ സൂക്ഷിച്ചിരുന്നു. മസ്ജിദ് എല്ലാവരും സ്വതന്ത്രമായി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതിന് പൂട്ടും താക്കോലുമില്ല. പക്ഷേ ചില സാധുക്കൾ വിറകെടുത്ത് കൊണ്ടുപോകും. ബാബ അതിനൊന്നും പറയില്ല. എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ബാബയ്ക്ക് വിരോധമോ നീരസമോ ഇല്ല. നിസ്സംഗനെങ്കിലും മറ്റുള്ളവർക്ക് ആദർശമാവാൻ ഗൃഹസ്ഥനെ പോലെ ബാബ പെരുമാറിയിരുന്നു. ഗുരുഭക്തിയുടെ ചടങ്ങ്. രണ്ടാം കോളറ ഓർഡിനൻസ് ബാബ എങ്ങനെ അഭിമുഖീകരിച്ചുവെന്ന് നോക്കാം. അത് നിലവിലിരിക്കെ ഒരാടിനെ മസ്ജിദിൽ കൊണ്ടുവന്നു. അത് വയസ്സായ ക്ഷീണിച്ച ചവാറായിരുന്നു. അപ്പോൾ ഫക്കീർ പീർ മുഹമ്മദ് അഥവാ ബാദേ ബാബയും അവിടെയുണ്ടായിരുന്നു. സായിബാബ അദ്ദേഹത്തോട് ആടിനെ ഒരു വെട്ടിന് അറുത്ത് ബലി നൽകാൻ പറഞ്ഞു. ഈ ബാദേ ബാബയെപ്പറ്റി ബാബയ്ക്ക് വലിയ അഭിപ്രായമായിരുന്നു. അദ്ദേഹം എപ്പോഴും സായിബാബയുടെ വലതുഭാഗത്തിരിക്കും. ചില്യം വലിച്ച് ബാബ അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും കൊടുക്കും. ഉച്ചഭക്ഷണം വിളമ്പിയാൽ ബാബ ബാദേ ബാബയെ വിളിച്ച് ഇടതുവശത്തെത്തി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും. ബാബ ദക്ഷിണ കിട്ടിയതിൽ നിന്ന് എല്ലാ ദിവസവും അദ്ദേഹത്തിന് 50 ഉറുപ്പിക വീതം കൊടുക്കും. അദ്ദേഹം പോകുമ്പോൾ ബാബ 100 അടിയോളം അനുഗമിക്കും. അത്രയും സ്ഥാനം അദ്ദേഹത്തിന് ബാബയുടെ അടുത്തുണ്ടായിരുന്നു. എന്നിട്ടും ബാബ ആടിനെ വെട്ടി നിർത്താൻ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇതിനെ വെറുതെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. അപ്പോൾ ബാബ ശ്യാമയോട് അതിനെ കൊല്ലാൻ പറഞ്ഞു. ശ്യാമ രാധാകൃഷ്ണന്മാരുടെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങി വന്ന് ബാബയുടെ മുന്നിൽ വെച്ചു. കത്തി വാങ്ങിയ ഉദ്ദേശം മനസ്സിലായ രാധാകൃഷ്ണമായി അത് തിരികെ ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്യാമ മറ്റൊരു കത്തി എടുക്കാൻ പോയി. പക്ഷെ വാടകയിൽ കുറച്ച് താമസിച്ചതിനാൽ അല്പം വൈകി. പിന്നെ കാക്ക സാഹിബ് ദീക്ഷിതിന്റെ ഊഴമായി. അദ്ദേഹം നല്ല തങ്കം പോലെയുള്ള ആളാണ്. പക്ഷെ പരീക്ഷിക്കണമല്ലോ. അയാളോട് ഒരു കത്തി കൊണ്ടുവന്ന് ആടിനെ വെട്ടാൻ ബാബ പറഞ്ഞു. അയാൾ സതേവാടയിൽ പോയി കത്തിയുമായി വന്നു. ബാബ പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായി വന്നു. പരിശുദ്ധ ബ്രാഹ്മണനായി ജനിച്ച അയാൾക്ക് വധം എന്തെന്നറിയില്ല. അക്രമം പ്രവർത്തിക്കാൻ തീരെ വിമുഖനെങ്കിലും ബാബ പറഞ്ഞാൽ കൊല്ലാൻ തന്നെ ഉറച്ചു. ഒരു മുഹമ്മദനായ ബാദേ ബാബ ചെയ്യാത്ത വധം ഒരു ബ്രാഹ്മണൻ ചെയ്യാൻ ഒരുങ്ങിയത് കണ്ട് എല്ലാവരും അതിശയിച്ചു. അയാൾ മുണ്ട് മടക്കി ചുറ്റി കത്തി ഊങ്ങി ബാബയുടെ ആംഗ്യം പ്രതീക്ഷിച്ചു നിന്നു. ബാബ പറഞ്ഞു, എന്താ ആലോചിക്കാൻ? വെട്ടാൻ കൈ താഴ്ന്നപ്പോൾ ബാബ പറഞ്ഞു, നിർത്ത്. നീ ഒരു ബ്രാഹ്മണനായിട്ട് ആടിനെ വെട്ടുകയോ? എന്ത് ക്രൂരകൃത്യം! കാക്ക സാഹിബ് കത്തി താഴെ വെച്ച് ബാബയോട് പറഞ്ഞു, അവിടുത്തെ വാക്കാണ് ഞങ്ങളുടെ നിയമം. മറ്റു ഓർഡിനൻസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടുത്തെ എപ്പോഴും സ്മരിച്ച് അവിടുത്തെ രൂപം ധ്യാനിച്ച് രാപകൽ അനുസരിച്ച് കഴിയുന്നവരാണ്. കൊല്ലുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല. അത് ആലോചിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. ഒരു കൽപ്പന ഉടനെ അനുസരിക്കലാണ് ഞങ്ങളുടെ ചുമതലയും ധർമ്മവും. അപ്പോൾ ബാബ പറഞ്ഞു, അദ്ദേഹം തന്നെ കൊല്ലും കൊലയും നടത്തിക്കൊള്ളാമെന്ന്. ഒടുവിൽ ആടിനെ ഭക്തന്മാരിരിക്കുന്ന താക്കയ്ക്കടുത്ത് വെച്ച് ശരിപ്പെടുത്താമെന്ന് തീർച്ചയാക്കി. അങ്ങോട്ട് കൊണ്ടുപോകും വഴിക്ക് ആട് ചത്തു വീണു. ശിഷ്യന്മാർ 3 തരക്കാരാണ്. ഒന്നാമതായി ഏറ്റവും നല്ല ശിഷ്യന്മാർ, രണ്ടാമത് ഇടത്തരക്കാർ, മൂന്നാമത് സാധാരണ തരം. ഒന്നാമത്തെ തരത്തിൽപ്പെട്ടവർ ഗുരുവിന് വേണ്ടത് അറിഞ്ഞു പറയാതെ തന്നെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ തരക്കാർ ഗുരുകൽപ്പനാക്ഷരം പ്രതി നിറവേറ്റുന്നവരാകുന്നു. മൂന്നാമത്തെ തരക്കാർ കൽപ്പന നടപ്പാക്കൽ നിർത്തിവെക്കുകയും അതിൽ തെറ്റുവരുത്തുകയും ചെയ്യുന്നവരാകുന്നു. ശിഷ്യൻ സ്ഥിരോത്സാഹവും ഉറച്ച വിശ്വാസവുമുള്ളവനാണെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലത്തൊന്നുമല്ല. പ്രാണായാമവും ഹഠയോഗവും ഒന്നും ആവശ്യമില്ല. മുൻ പറഞ്ഞ ഗുണങ്ങളുള്ള ശിഷ്യന് സ്വമേധയാൽ ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെട്ട് അതാത് അവസരം മുന്നോട്ട് പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അടുത്ത അധ്യായത്തിൽ ബാബയുടെ കളിതമാശകളെപ്പറ്റി രസകരമായ കാര്യങ്ങൾ പറയാം. ശ്രീ സായിയെ നമിക്കും. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിരാം.